ക്യാൻസർ ചികിത്സയിലാണ് രേണു സുധി. ആദ്യത്തെ കീമോ കഴിഞ്ഞു. ശാരീരികമായി തീരെ വയ്യാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു അസുഖവും വേദനയും ആർക്കും കൊടുക്കരുതേ എന്നാണ് തൻ്റെ പ്രാർത്ഥനയെന്ന് രേണു പറഞ്ഞിരുന്നു. ബ്ലോഗിലും ഇൻസ്റ്റാഗ്രാമിലൂടെയുമാണ് അവർ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. രേണുവിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്തുവെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത സുഹൃത്തും ബ്ലോഗറുമായ സജീനയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ പങ്കുവച്ചത്. രാവിലെ രേണുവിൻ്റെ പപ്പയെ വിളിച്ചിരുന്നു. തിരക്കുകളിലായിരുന്നുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നു. രേണു ആശുപത്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തിനാണ് എങ്ങനെയാണെന്ന് വിശദമായി ചോദിക്കാൻ പറ്റിയിരുന്നില്ല. രേണുവിൻ്റെ ചേച്ചി രമ്യ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. വർക്കിലായതിനാൽ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്കൊരു ഫ്രണ്ട് വിളിച്ച് രേണുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഒന്നും അറിഞ്ഞില്ല. ഇടയ്ക്ക് രമ്യ വിളിച്ചിരുന്നു. എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ രമ്യയെ വിളിക്കുന്നത്. ആശുപത്രിയിൽ പോയപ്പോൾ രേണുവിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ഭയങ്കരമായിട്ടുള്ള വേദനയും ഛർദിയും വയറിളക്കവുമാണ്. നാക്കൊക്കെ കുഴഞ്ഞ് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ആകെ കുഴഞ്ഞു പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ അഡ്മിറ്റ് ആക്കുകയായിരുന്നു. 2 ദിവസം അഡ്മിറ്റ് ആവണമെന്നാണ് പറഞ്ഞത്. ഈ വിവരം പറയാനാണ് വിളിച്ചത്. എന്നിലൂടെ രേണുവിൻ്റെ വിവരങ്ങൾ അറിയുന്ന കുറച്ച് പേരുണ്ട്. അവരെ ഇത് അറിയിക്കാനും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാനും വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ആദ്യം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ദൈവമേ അവൾക്കൊന്നും വരുത്തല്ലേ എന്ന് കുറേ പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. റീച്ചിന് വേണ്ടിയാണ് സജീന ഇങ്ങനെ പറയുന്നതെന്ന് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിമർശിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ അറിയുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരോഗ്യപരമായി വളരെയധികം വീക്കാണ് രേണു. അത് വ്യക്തമായി നേരിട്ടറിയാവുന്ന കാര്യമാണ് എനിക്ക്. ഫുഡ് കഴിക്കണമെന്ന ചിന്ത ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഇല്ല. കീമോ ഒക്കെ കഴിയുമ്പോൾ ഫുഡിനോട് വെറുപ്പൊക്കെ തോന്നിയേക്കാം. അത് താങ്ങാൻ ശരീരത്തിനും പറ്റണ്ടേ. മനസ്സിന് കട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരത്തിന് അത് താങ്ങാൻ പറ്റണ്ടേ. എന്നാലല്ലേ നമ്മളിലേക്ക് പഴയതുപോലെ രേണുവിന് തിരിച്ചു വരാൻ പറ്റൂ. ശാരീരികമായി രേണു ഓക്കെ ആയി വരട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ അവസരത്തിൽ അത് മാത്രമേ പറയാൻ പറ്റൂ. അവൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, അത് മതി. ഇതേക്കുറിച്ചൊന്ന് പറയാമോ എന്നാണ് ചേച്ചി ചോദിച്ചത്.